സർപ്രൈസ് എന്താന്നുള്ളത് ഒരുപാട് പേര് ഗസ് ചെയ്തു. യെസ്, ഐ ആം ഗെറ്റിംഗ് മാരീഡ് ഇൻ വെറും 35 ഡേയ്സിനുള്ളിൽ. വെഡിങ്ങിന്റെ ഡേറ്റ് ഒക്കെ നോമ്പിന് മുൻപേ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിലും നടക്കാൻ വേണ്ടി പോകുന്ന എന്റെ സ്വന്തം മാരേജ് ആണെങ്കിൽ അതിന്റെ യാതൊരു ബോധവും എനിക്ക് ഇല്ല കേട്ടോ. ഇല്ല നല്ല ഉണ്ടായിരുന്നില്ല, പക്ഷെങ്കിൽ ഇപ്പൊ നല്ല ബോധമുണ്ട്. ഈ ഒരു ദിവസത്തിന് വേണ്ടി എന്റെ ഭാഗത്തുനിന്ന് മാത്രമായിട്ട് ചെയ്ത് തീർക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റിനെ നോക്ക് ചെയ്യണം, എണ്ണ ആർട്ടിസ്റ്റിനെ നോക്ക് ചെയ്യണം, വെഡിങ് ഡ്രസ് പർച്ചേസ് ചെയ്യണം, നടക്കാൻ പോകുന്ന സകലമാന പരിപാടിക്കുള്ള എല്ലാം ഡ്രസ്സ് പർച്ചേസ് ചെയ്യണം. ഇതിന്റെ ഇടയിലായിട്ട് മേക്കപ്പ് ചെയ്യാൻ പഠിക്കണം, സ്കിൻ കെയർ ചെയ്യണം. ബിക്കോസ് എന്റെ കല്യാണമാണ്. സൂര്യനെ പോലെ തിളങ്ങിയില്ലെങ്കിലും ചന്ദ്രനെങ്കിലും ആവണം. അതൊക്കെയാണ് എന്റെ ആഗ്രഹങ്ങൾ. അപ്പൊ അതൊക്കെ ഞാൻ തന്നെ ചെയ്യണല്ലോ. യെസ്, അതൊക്കെ ഞാൻ തന്നെ ചെയ്യും. ഞാനൊരു എണ്ണ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ കല്യാണ വീട്ടിൽ പോകുന്ന സമയത്തും അവിടെയുള്ള ബ്രൈഡ്സ് അത് സെറ്റ് ആയില്ല, ഇത് സെറ്റ് ആയില്ല, അതേതപ്പോ അതൊന്ന് ശരിയാവും, അങ്ങനെ ഒരുപാട് റീസൺസ് ഞാനിങ്ങനെ കേൾക്കാറുണ്ട്. അവരുടെ ആ സമയത്തുള്ള ടെൻഷനൊക്കെ ഞാനിങ്ങനെ നേരിട്ട് കണ്ടോണ്ട് എനിക്ക് പണ്ടേ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കും എന്റെ കല്യാണത്തിന് ഞാൻ എല്ലാം നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ആ സമയം ഞാനിങ്ങനെ റെസ്റ്റ് എടുക്കും. അങ്ങനെ ഞാൻ അവരോട് പറയുകയും ചെയ്യും. അപ്പോൾ എന്നോട് പറയും, വിചാരിക്കുന്ന പോലെ അല്ല മോളെ, പറഞ്ഞത് ഞാനിപ്പോ ശരി വെക്കുന്നുണ്ട്, ഒന്നും നമ്മൾ വിചാരിക്കും പോലെ അല്ല. നമ്മളൊക്കെ ശരിയാക്കാന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒന്നും ശരിയാവുന്നുണ്ടാവില്ല. ഈ ഒരു വീഡിയോ ഞാൻ വെഡിങ്ങിന്റെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പോയതാണ്. ഇതിപ്പോ രണ്ടാം തവണ ആണ് പോകുന്നത്. 1-2 ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. നല്ലപോലെ ക്ഷീണം പിടിക്കുന്ന പരിപാടിയാണ് ഈ ഡ്രസ്സ് നോക്കുക എന്നുള്ളത്. ഓരോ ഡ്രസ്സിനും നല്ല മുടിഞ്ഞ വെയിറ്റ് ആണ്. ഞാൻ എന്തായാലും ഡ്രസ്സൊക്കെ ഫിക്സ് ചെയ്ത് ഇത് കളർ എടുത്തിട്ടുണ്ടാവാൻ നിങ്ങൾ ഗസ് ചെയ്യട്ടോ.